നമസ്കാരം. ഇരിങ്ങാലക്കുടയിൽ കലാനഗരിയിൽ കലോത്സവം കൊട്ടിക്കലാശിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്കൊരു വിശിഷ്ട അതിഥിയുണ്ട്. മറ്റാരുമല്ല, കുട്ടികളുടെ കൂട്ടുകാരായി മാറിയിട്ടുള്ള നമ്മുടെ സ്വന്തം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാറാണ്. എങ്ങനെയുണ്ട് സാർ ഈ കലോത്സവം? മൊത്തത്തിൽ എനിക്കൊന്ന് തിരക്കുകൾ കാരണം, ഇലക്ഷൻ്റെ തിരക്കുകൾ കാരണം ഒന്നും എത്താൻ പറ്റിയില്ലെന്ന് പ്രസംഗത്തിൽ പറയുകയുണ്ടായി. എന്നാലും ഈ കലോത്സവ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? കലോത്സവം നല്ല ആവേശമായിരുന്നു. ഇവിടെ 4 ദിവസം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു അവസരമായിരുന്നു. ഒരുപാട് നല്ല പാർട്ടിസിപ്പേഷനും ഒരുപാട് നല്ല ടാലൻസ് അവതരിപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു. പക്ഷെ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. 2-3 ദിവസം ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ അപ്പോഴേക്ക് ഇലക്ഷൻ്റെ ഒരു തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. എന്തായാലും ലാസ്റ്റ് ദിവസം വന്നു. പ്രോഗ്രാംസ് കാണാൻ പറ്റിയില്ല, പക്ഷേ കുട്ടികളോടൊത്ത് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റി. അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് വന്ന കുട്ടികളുടെ സന്തോഷം പങ്കിടാൻ പറ്റി. എന്തായാലും നല്ലൊരു അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടായത്. സാർ ഒരു സ്പോർട്സ്മാനാണ്, ഫിറ്റ്നസ് ഫ്രീക്ക് ആണെന്നൊക്കെ അറിയാം. ഈ കല ഒരു മേഖല എടുക്കുകയാണെങ്കിൽ പണ്ട് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അനുഭവം ഉണ്ടോ? ഇല്ല, കലോത്സവത്തിൽ പങ്കെടുത്തിട്ടേ ഇല്ല. സ്കൂൾ തലത്തിൽ പോലും അത്ര പങ്കെടുത്തിട്ടില്ല. പക്ഷേ വന്നതിന് ശേഷം ഇതുപോലത്തെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പക്ഷേ എല്ലാ പരിപാടികളും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എവിടെ എടുത്ത് നോക്കിയാലും അർജുൻ പാണ്ഡ്യൻ എന്ന കളക്ടർ ഇല്ലാത്ത ഒരു പേജ് കാണാനില്ല. കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ അതേപോലെ ഏറ്റെടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. കാരണം കുട്ടികളുടെ കളക്ടറായിട്ടാണ് അവരങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ എത്രത്തോളം ഒരു സന്തോഷമാണ്. എങ്ങനെയാണ് ആ ജനകീയത നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്? എന്തായാലും വളരെ സന്തോഷമുണ്ട്. എല്ലായിടത്തും പോകുമ്പോഴത്തേക്കും നല്ലൊരു സ്നേഹം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. അതിൽ നല്ല സന്തോഷമുണ്ട്. അതാണ് നമുക്ക് ആക്ച്വലി മോട്ടിവേഷൻ. മുന്നോട്ട് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളിൽ ചെയ്യാനുള്ള എല്ലാത്തിൻ്റെയും മോട്ടിവേഷൻ അത് തന്നെയാണ്. ഞാൻ എല്ലാവരോടും നന്ദി പറയാണ്, തൃശ്ശൂരുകാരെല്ലാവരോടും. അതുപോലെ തന്നെ കളക്ടർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഇപ്പം നമുക്കറിയാം സ്പോർട്സ്, കാരണം ഇപ്പം ഒട്ടനവധി സമൂഹത്തിൽ വിപത്തായി മാറിയിരിക്കുന്ന മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ മാറി പുതിയ ജനറേഷനെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരാൻ കളക്ടറുടെ ആ ഒരു ഇടപെടൽ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതിപ്പം ഓട്ടത്തിലായാലും ഇനിയിപ്പോൾ ഏറി വന്നാൽ ഒന്ന് കയറെ പിടിച്ച് കയറാൻ വരെ കളക്ടർ വേണമെന്നായി. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് രീതിയിൽ വൈറലായിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ ഈ ഒരു കലാവേദിയിൽ നിന്ന് കുരുന്നുകളോട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കൗമാരക്കാരോട് കളക്ടർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? നമ്മളെല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും മടിക്കരുത്. അപ്പോൾ ഏത് മേഖലയായാലും എപ്പോഴും പുതിയതായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കെപ്പോഴും പിന്നീട് ഒരു ഗിൽറ്റ് ഉണ്ടാവരുത്. അത് ആ ഒരു സമയത്ത് ട്രൈ ചെയ്യണമായിരുന്നു എന്നുള്ളത് ഗിൽറ്റ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഏതൊരു മേഖലയായാലും തുടക്കം എന്തായാലും ശരിയാവണമെന്നില്ല. നമ്മൾ ഓരോ പടിപടിയായിട്ടായിരിക്കും മുന്നേറുന്നത്. ഓരോ ഉണ്ടാവുന്ന ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ ചാലഞ്ചസോ അത് പഠിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലായിട്ടുള്ളത്. അതെപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ പോസിറ്റീവായിട്ട് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. 4 നാൾ നീണ്ടു നിന്ന കലോത്സവത്തിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ ഓരോ പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയും TV ചാനലിലൂടെയും ലൈവായും പ്രോഗ്രാമായും കലോത്സവ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ എത്തിക്കുകയുണ്ടായി. അപ്പം അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്കൊരു അംഗീകാരവും ഇവിടുന്ന് കിട്ടി. അപ്പം അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ കഴിവാണ്. ഇപ്പം നമ്മൾ അതുപോലെ തന്നെയാണ് ഇപ്പം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടിലാണ്. എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളിലൊക്കെ തിരക്കാണോ? ഇപ്പം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇലക്ഷൻ നടക്കുകയാണ്. പിന്നെ കൂടാതെ തന്നെ SIR പ്രോസസ്സും നടക്കുകയാണ്. അപ്പം ഉദ്യോഗസ്ഥരെല്ലാവരും നമുക്ക് തിരക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിലും പക്ഷേ ഇങ്ങനത്തെ പ്രോഗ്രാമിലും മറ്റ് പ്രോഗ്രാമിലും പങ്കെടുക്കുന്നുണ്ട്. കാരണം കുട്ടികളുടെ പ്രോഗ്രാം നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കലോത്സവത്തിൽ മാധ്യമങ്ങൾ നല്ലോണം ഒരു പ്രോത്സാഹനം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് TCV 4 ദിവസത്തെ ഫുൾ കവറേജ് ഓരോ കുട്ടികളുടെ സ്റ്റോറി എടുത്തിട്ടും അവരുടെ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുന്നതും നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം കുട്ടികൾക്ക് ഇതൊക്കെ വലിയൊരു പ്രോത്സാഹനമാണ്. പിന്നീട് അവർക്ക് ആലോചിക്കുമ്പോഴത്തേക്കും പിന്നീട് ഈ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയൊരു പ്രചോദനമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. തൃശ്ശൂർ റവന്യൂ കലോത്സവം ഇവിടെ സമാപിക്കുകയാണ്. പക്ഷേ സംസ്ഥാന കലോത്സവത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ തൃശ്ശൂർ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? ജനുവരി 14 തൊട്ട് നമ്മുടെ സ്റ്റേറ്റ് കലോത്സവം ഇവിടെ വെച്ച് നടക്കുകയാണ്. നമ്മൾ സ്വാഗത സംഘ രൂപീകരണം തന്നെ ഏകദേശം നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് നടത്തിയത്. അപ്പം അത് നല്ല ഗംഭീരമായിട്ട് എല്ലാവരും വന്ന് പറഞ്ഞിട്ട് പോകും. ഇതുപോലെ ഒരു കലോത്സവം കണ്ടിട്ടില്ല എന്നുള്ളത് മാതൃകാപരമായിട്ട് നല്ല ഭംഗിയായിട്ട് നടത്തണം എന്നുള്ളതാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് വിചാരിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോകുന്നുള്ളത് ഉറപ്പാണ്. സാറ് തൃശ്ശൂർ കളക്ടർ ആയിരിക്കുമ്പോൾ തന്നെ ഇടുക്കി സ്വദേശിയാണല്ലോ. അപ്പോൾ നമ്മൾ കലോത്സവം തൃശ്ശൂർ നടക്കുമ്പോൾ കപ്പ് ഏത് ജില്ല എടുക്കും എന്നുള്ളൊരു വാശിയിലായിരിക്കും. അപ്പോൾ സാറിനെ സംബന്ധിച്ച് ഏത് ജില്ല കപ്പ് എടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം? തൃശ്ശൂർ ജില്ല എടുക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തു, ഈ വർഷവും ആ കപ്പ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ കുട്ടികൾ അതിനൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പം തൃശ്ശൂർ
കളക്ടറായിരിക്കുമ്പോൾ തൃശ്ശൂരിനെ അല്ലാതെ മറ്റൊരാളെയും സപ്പോർട്ട് ചെയ്യാൻ അർജുൻ പാണ്ഡ്യൻ എന്ന കളക്ടർക്ക്, കുട്ടികളുടെ സ്വന്തം കളക്ടർക്ക് കഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്തായാലും ഈ ഒരു സമയവും നമ്മോടൊപ്പം അല്പസമയം ചെലവഴിച്ചതിൽ, പ്രത്യേകിച്ച് കലോത്സവം കൊട്ടിക്കലാശിച്ച ഈ ഒരു സമയത്ത് ഏറ്റവും അവസാനമായ TCBയുടെ വിശിഷ്ടാതിഥിയായി തന്നെ വന്നതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. എന്തായാലും കലോത്സവം, സംസ്ഥാന കലോത്സവം സാംസ്കാരിക നഗരിയിലാണ് വരുന്നത്. ജനുവരി 14 മുതൽ 18 വരെയുള്ള തീയതികളിൽ സാംസ്കാരിക നഗരിയിൽ കലാമാമാങ്കം കൊണ്ടാടപ്പെടുകയാണ്. അപ്പോൾ ഇനിയും അതിലേക്കുള്ള ചുവടുവയ്പ് മാത്രമായി ഇരിങ്ങാലക്കുടയിൽ കൊട്ടിക്കലാശിച്ച ഈ കലോത്സവത്തെ കണ്ടാൽ മതി. മാറ്റളക്കാൻ, മാറ്ററിയാൻ, മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കലാപ്രതിഭകളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. അതിനുള്ള ഒരു പ്രാരംഭ ചുവടുവയ്പ് മാത്രമാണ് ഇരിങ്ങാലക്കുടയിൽ നടന്നത്. എന്തായാലും സംസ്ഥാന കലോത്സവത്തിൽ ഇനി കണ്ടുമുട്ടാം.